ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ടൈം വന്നിട്ടൊരു 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിനയിലേക്ക് ഇട്ട് നല്ലൊരു നാരങ്ങ വെള്ളമൊക്കെ അടിച്ച് വയ്ക്കാമെന്ന്. കാരണം അമ്മ ഇപ്പോൾ കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയിട്ട് വരാനുള്ള ടൈമായി. അപ്പോൾ ഈ ചൂടത്ത് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സംഭവമാണല്ലോ ഈ ഒരു നാരങ്ങ വെള്ളം വന്നിട്ട്. അപ്പോൾ ഞാൻ നല്ല പുതിനയിലേക്ക് ഇട്ട് അടിച്ച് നാരങ്ങ വെള്ളം ഇവിടെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു, നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ചെന്ന് കടയിലൊക്കെ നിന്ന് ഒരുപാട് ഷോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം എനിക്കിപ്പോൾ 9 മാസം സ്റ്റാർട്ടായി, അതിൻ്റെതായ ക്ഷീണമോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അമ്മ ബാക്കി സാധനങ്ങളും കൂടെ വാങ്ങാൻ ഇന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ എന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച ഓരോ സംഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കുള്ള സംഭവമൊക്കെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള എല്ലാ സംഭവവും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്കാനിങ്ങിന് പോയിട്ട് വരുന്ന വഴിക്ക് വാവയ്ക്കുള്ള സാധനം കൂടെ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബട്ടറും ബ്രെഡും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്മ അതും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1:30 മണിയായി ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കായും പയറ് തോരനും ചൂര ഫ്രൈയും ചൂരക്കറിയും പിന്നെ നല്ല ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക ഈശ്വരിയെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് മാമ്പഴമൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ ഞാൻ പുറത്തൊന്നും പോകുന്നില്ലല്ലോ, വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് എൻ്റെ മിക്ക വ്ളോഗിലും എൻ്റെ ഫുഡ് അടി മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് നേരത്തേക്ക് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് കേട്ടോ മിക്ക വ്ളോഗിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാരണം പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ വീട്ടിലാണല്ലോ, അതുകൊണ്ടാണ് വേറെ ഒന്നും എനിക്ക് കാണിക്കില്ലാത്തത്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് കഴിഞ്ഞ ശേഷമുള്ള ഒരു വ്ളോഗ് ഞാൻ എടുക്കാത്തത്. ഇത് വന്നിട്ടിപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ എനിക്ക് ബട്ടറിൽ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഞാൻ ജാമൊക്കെ പുരട്ടി കഴിച്ചു. ഇതൊരു വ്ളോഗിൽ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാളിങ്ങനെ കഴിച്ചക്കൊള്ളാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ മാങ്ങയും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ പപ്പായയും കൂടെ അമ്മ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ 2-3 പീസേ കഴിക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 9 മാസമൊക്കെ ആയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു സമൂസയും ഒരു ഗ്ലാസ് പാലും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ വന്നിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.